وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. कहा जाता है रहते हैं आका फ़क़त मदीने में, कहा जाता है रहते हैं आका फ़क़त मदीने में, गलत है रहते हैं वो आशिकों के सीने में। मैं वो सुन्नी हूँ जमीले क़ादिरी, मरने के बाद मेरा लाशा भी कहेगा अस्सलातु वस्सलाम। സർവാദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിർമ്മാണാത്മകമായ വലിയ ലക്ഷ്യങ്ങളോടെ SSF ഒരുക്കിയിട്ടുള്ള മഹത്തായ ഈ പ്രോഗ്രാം അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിലുള്ള ആത്മീയ സമ്മേളനമാണ്. അൽഹംദുലില്ലാഹ്, സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അത്യാദരണീയരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടെയാണ് ഈ സദസ്സ് ആത്മീയ സംഗമമായി പരിണമിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയമായ ചില വിചാരങ്ങളോടെ ഒരുമിച്ച് കൂടുന്ന ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ട് പ്രഭാഷകന്മാരുടെ തലയിലായിരിക്കും കുറേ അജണ്ട അധികം ഉണ്ടാവുക. ഇന്ന് അനുവാചകരുടെ കണ്ണിലും ഹൃദയത്തിലും അതിലേറെ അജണ്ടകൾ ഉള്ള ഒരു കാലമാണ്. നമ്മുടെ കണ്ണും കാതും ആലോചനയും വയനാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. അതിനിടയിൽ ബംഗ്ലാദേശിലേക്ക് പോകാൻ മറന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ വഖഫിനെ കുറിച്ചുള്ള പാർലമെന്റ് സംവാദങ്ങൾ ഒഴിഞ്ഞുപോയിട്ടില്ല. അതിൻ്റെ എല്ലാം ഇടയിൽ UK-യിൽ നടക്കുന്ന സംവാദങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം മുന്നേ മാസങ്ങളായി പതിനായിരങ്ങൾ കൊന്നെടുക്കപ്പെടുന്ന ഖുദ്സിന്റെ മണ്ണിനെക്കുറിച്ച്
നൊമ്പരത്തോടുകൂടി കണ്ണും കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആഗോള രാഷ്ട്രീയം എവിടെയൊക്കെ എത്തിയെന്ന് എല്ലാ കുഗ്രാമത്തിലും ചർച്ച നടക്കുന്ന കാലത്തും ആഗോള രാഷ്ട്രീയത്തിന് ശാന്തിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ഒരു പരിസരത്ത് പ്രിയമുള്ളവരെ, നമുക്ക് കൃത്യമായ ചില വിചാരങ്ങൾ, ചില നിർണയങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ഈ സാഹിത്യോത്സവ് കേവലം ഒരാഘോഷമല്ല. ഇത് കേവലം ഒരു സാംസ്കാരിക ഉത്സവം അല്ല. പുതിയ തലമുറയുടെ ശരിയായ ഗതി നിർണയിച്ചു കൊടുക്കുന്ന ഏറ്റവും സംവാദാത്മകവും നിർമ്മാണാത്മകവുമായ ഒരു വലിയ പ്രക്രിയയാണ് ഓരോ വർഷത്തെയും സാഹിത്യോത്സവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ മിടിപ്പുകളിൽ നിന്ന് തുടങ്ങി, അല്ല, കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്ന്, ഫാമിലി സാഹിത്യോത്സവിൽ നിന്ന് തുടങ്ങി ഗ്രാമത്തിലേക്കിറങ്ങി സെക്ടറിലേക്ക്, ഡിവിഷനിലേക്ക്, ജില്ലയിലേക്ക്, ഇനി സംസ്ഥാന സാഹിത്യോത്സവിലേക്ക്, അതുകൂടി കഴിയുമ്പോൾ പിന്നെ ഗോവയിൽ നടക്കാനിരിക്കുന്ന നാഷണൽ സാഹിത്യോത്സവിലേക്ക്, സമാനമായി തന്നെ പ്രവാസ ലോകത്ത് അറബേതര രാജ്യങ്ങളിൽ നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിലെ റിസാല സ്റ്റഡി സർക്കിൾ നടത്തുന്ന സാഹിത്യോത്സവങ്ങളിലേക്ക്, ആഗോളതലത്തിലേക്ക് ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിചാരങ്ങളുടെയും ആവിഷ്കാരങ്ങളുടെയും നിർമ്മാണാത്മകമായ ഒരു മഹോത്സവ പരമ്പരയാണ് യഥാർത്ഥത്തിൽ സാഹിത്യോത്സവം. അല്ലാതെ സ്കൂൾ കലോത്സവം പോലെ മറ്റെന്തെങ്കിലും നമ്മൾ കേട്ടും കണ്ടും പരിചയിച്ച ചില സാംസ്കാരിക സംഗമങ്ങൾ പോലെ അല്ല ഇത്. ഇതിന് നമ്മുടെ പുതിയ തലമുറയെ നിർമ്മിക്കാനുള്ള വലിയ ഒരു ശക്തിയുണ്ട്. ഈ നാടിനു വേണ്ടി ശബ്ദിക്കാനുള്ള, ഊർജം പകർന്നു കൊടുക്കാനുള്ള മരുന്നുകൾ ഈ സാഹിത്യോത്സവ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അവരിൽ സിദ്ധമായിരിക്കുന്ന സർഗവൈഭവങ്ങളെ ഏറ്റവും നന്നായി വിനിയോഗിക്കാനുള്ള ഒരവസരമായി ഇത് ഉപയോഗിക്കപ്പെടുന്നു. ഈ പ്രാവശ്യത്തെ നമ്മുടെ സാഹിത്യോത്സവങ്ങൾ വയനാടിലെ കുരുന്നുകളുടെ കൈവെള്ളയിലേക്കും ഹൃദയത്തിലേക്കും കണ്ണിലേക്കും കൂടി എത്തിച്ചേരാനുള്ള സ്മാർട്ട് വയനാട് പദ്ധതിയുടെ കൗണ്ടറുകൾ കൂടിയായി മാറുകയാണ്. ഇവിടെ ഒരു കൗണ്ടർ പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട്. വയനാട്ടിലെ കുഞ്ഞുമക്കൾക്കുള്ള കളിപ്പാട്ടങ്ങളും നഷ്ടപ്പെട്ടുപോയ നോട്ട് പുസ്തകങ്ങൾക്കും പാഠപുസ്തകങ്ങൾക്കും പഠനോപകരണങ്ങൾക്കും പകരം അവർക്ക് സമ്മാനമായി കൊടുക്കാനുള്ള നിങ്ങളുടെ ഹൃദയം തൊട്ട സമ്മാനങ്ങൾ സമാഹരിക്കാൻ ഇവിടെ ഒരു കൗണ്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും അടുത്ത ദിവസവും ഈ നാട്ടിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അത് പ്രയോജനപ്പെടുത്തണം. നാടിനെ നിർമ്മിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന് ലോകത്തിന് മുമ്പിൽ അതുല്യമായ മാതൃക തീർത്തുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ ഈ സമ്മാനങ്ങൾക്കൊക്കെ ഹൃദയത്തിൻ്റെ മിടിപ്പുണ്ട്, കാരുണ്യത്തിൻ്റെ സ്പർശമുണ്ട്, സ്നേഹത്തിൻ്റെ എല്ലാം അതിൽ ചാലിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സാഹിത്യോത്സവനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ വിശദമായി പോകുന്നില്ല. ഒരല്പസമയം നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട്ടിലെ നമ്മുടെ ഏറ്റവും ദുഃഖകരമായ ഒരു ദുരന്തത്തിൻ്റെ വേദനകൾ ഉണങ്ങാത്ത ഈ സമയത്ത് അടുത്തെവിടെയൊക്കെയോ വീണ്ടും
ഘോരമായ ശബ്ദങ്ങളുണ്ട് എന്ന് വാർത്തകൾ പരന്നുകൊണ്ടിരിക്കുമ്പോൾ 1000 ആളുകൾ വയനാട്ടിൽ, കോഴിക്കോട്ട് ഒക്കെ പരിഭ്രാന്തരായി മാറുന്നു എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ദൈവം എവിടെ പോയി എന്ന്. വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ദൈവം എവിടെ പോയി? അതിന്റെ തന്നെ മറ്റൊരു ഭാഷയിൽ ചില ആളുകൾ ചോദിച്ചു, ഔലിയാക്കൾ എവിടെ പോയി? കറാമത്തുകൾ എവിടെ പോയി? ഇത് രണ്ടും ഒരേ അർത്ഥത്തിലേക്കുള്ള, ഒരേ ലക്ഷ്യത്തിലേക്കുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളായ നമുക്ക് കൃത്യമായി ചില ബോധ്യങ്ങളും ചില അറിവുകളും പുതുതായി അല്ലെങ്കിൽ വീണ്ടും ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. ഞാൻ അത്തരമൊരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. വിപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ ദൈവം എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങളായ നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്കെന്താണ് പറയാനുള്ളത്? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഈ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്നവൻ ഏകനായ അല്ലാഹു ആകുന്നു. അല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സ്രഷ്ടാവും പരിപാലകനും അല്ലാഹു ആകുന്നു. അങ്ങനെ അവകാശപ്പെടുന്ന പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഈ ഭൂമി എന്നെന്നും ഇങ്ങനെ ശാന്തമായി നിൽക്കും എന്നല്ല. എക്കാലത്തും ഭൂമി ശാന്തമായിട്ടു തന്നെയാണ് കഴിഞ്ഞു വന്നത് എന്നുമല്ല. ഈ ലോകത്ത് ഒരു സയന്റിസ്റ്റും അവകാശപ്പെടുന്നില്ല ഞാനാണ് ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് എന്ന്. എന്നാൽ അവരോട് പറയാമായിരുന്നു, നിങ്ങൾ മുണ്ടക്കൈ ഒന്ന് പുനഃസ്ഥാപിക്കാൻ. ഒരു ശാസ്ത്രകാരനും ഒരു ദൈവനിഷേധിയും പറയണില്ല ഞങ്ങളാണ് ഈ ആകാശഭൂമികളെ സംവിധാനിച്ചത് എന്ന്. എന്നാൽ അവരോട് ചോദിക്കാമായിരുന്നു അവരുടെ ന്യായങ്ങൾ. ഗണ്യതമായി ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരാണ് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മുനവ്വിറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പ്രകാശിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഇതിന്റെ പരിപാലകനും പ്രകാശിപ്പിക്കുന്നവനും എല്ലാം. അവൻ പറഞ്ഞത്, ഈ ലോകത്ത് എല്ലാം എക്കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്നല്ല. പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു, മുൻകാലത്ത് ഒരുപാട് ഗ്രാമങ്ങൾ അപ്പാടെ തന്നെ ഒലിച്ചുപോയിട്ടുണ്ട് എന്ന്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു അല്ലാഹു തആല. ആലിയഹാ സാഫിലഹാ. ദോശക്കല്ലിൽ ദോശ മറിക്കുന്നത് പോലെ കീഴ്മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ മറിച്ചു. അവിടെയാണ് ഡെഡ് സീ ഉള്ളത്, ചാവുകടൽ. അത് കഴിഞ്ഞ ഒരു കാലത്തെ ലാൻഡ് സ്ലൈഡിന്റെ സാക്ഷ്യമായി നിലനിൽക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞുപോയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളോട് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നതിന്റെ അർത്ഥം ഇതുപോലെ നിങ്ങൾക്കിനിയും വരാനുണ്ട് എന്ന് തന്നെയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമി കുലുക്കമുണ്ടായ ദേശങ്ങളെ, കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമി വിഴുങ്ങിപ്പോയ ജനതയെ, കഴിഞ്ഞ കാലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായ കാലത്തെ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയമുണ്ടായതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ പ്രളയത്തെ പരിശുദ്ധമായ ഖുർആൻ വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്ന വാദം നമുക്കില്ല. ഇതൊക്കെ സംഭവിക്കും എന്ന വാദമേ നമുക്കുള്ളൂ. കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് കണ്ടതും കേട്ടതുമായ പ്രളയങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രളയം ബൈബിൾ രേഖപ്പെടുത്തിയ, തോറ രേഖപ്പെടുത്തിയ, ഇഞ്ചീൽ രേഖപ്പെടുത്തിയ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരുപാട് വേദങ്ങൾ പറഞ്ഞുപോയ പ്രളയത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ആ പ്രളയകാലത്ത് പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം രക്ഷാ പേടകമുണ്ടാക്കിയിട്ട് ജൂതി പർവ്വതത്തിന്റെ മേലെ വന്നു നിന്നതിനെ കുറിച്ച് നിങ്ങളോട് ഖുർആൻ പറഞ്ഞു തരുന്നു. ഈ ഖുർആനിന് പ്രളയത്തെക്കുറിച്ചുള്ള കാലത്ത് ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വഴി തടസ്സമാവുന്നില്ല. അതുപോലെ കഴിഞ്ഞുകാലത്തെ ധിക്കാരികളായ ഭരണാധികാരികൾ അവരെ ഇല്ലായ്മ ചെയ്തതിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സംഭവങ്ങൾ പുതുമയല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രമേയം. നിങ്ങളുടെ കാലത്ത് അരുതായ്മകൾ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദേശങ്ങളിൽ ഭൂമി കുലുക്കത്തെ ഭയന്നുകൊള്ളണം. ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിൽ നമ്മൾ വായിക്കുന്നു, ലാ തഖൂമുസ്സാഅതു ഹത്താ യുഖ്ബലൽ ഇൽമു. അറിവ് ഉയർത്തപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. സിൽസാലുകൾ, ഭൂമി കുലുക്കങ്ങൾ, എർത്ത്ക്വേക്കുകൾ, ഉരുൾപൊട്ടലുകൾ, ലാൻഡ്സ്ലൈഡുകൾ, അത് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഇവിടെ സംഭവിക്കും. വയതഖാറബസ്സമാൻ, കാലം അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നാശങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കും. അവിടെയാണ് അയൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ അഭയത്തിൽ കഴിയുന്നു. അവിടെ നാശങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ ഇപ്പോഴും പൂർണ്ണമായ സമാധാനമില്ല. യമനിൽ ഇപ്പോഴും രാഷ്ട്രീയ സന്തുലിതാവസ്ഥയില്ല. പാകിസ്ഥാനിൽ ഇപ്പോഴും രാഷ്ട്രീയ സന്തുലിതാവസ്ഥയില്ല. അതാ അങ്ങോട്ട് നോക്കിയാൽ ഫലസ്തീനിലെ മക്കൾ എത്രയോ പതിനായിരങ്ങൾ ഈ ലോകത്തോട് ക്രൂരമായി കൊലയ്ക്ക് വിധേയരായി. ആരെങ്കിലും ഒരാൾ ഈ 10,000 ക്രൂരമായി അകാരണമായി സാധാരണക്കാരെ കൊന്നുതള്ളുമ്പോൾ അരുതടാ എന്ന ഇസ്രായേലിലെ അക്രമിയോട് വിളിച്ചു പറയാൻ ലോകത്തൊരു ശക്തിയും ഇല്ല എന്നത് ഇസ്രായേലിന്റെ ശക്തിയല്ല, ലോകത്തിന്റെ നാശമാണ്. ചിലര് പറയും അത് ഇസ്രായേലിന്റെ ശക്തിയാണ്, അല്ലാതെ ലോകത്തിന്റെ നാശമാണ്. ഒരു നാട്ടിലെ അകാരണമായി പാവപ്പെട്ട കുരുന്നുകളെയും സ്ത്രീകളെയും ഭേദമില്ലാതെ നിഷ്ഠൂരമായി അരുങ്കൊല ചെയ്ത് കളയുമ്പോ, കാലങ്ങളായി ഒരു പിടി ഭക്ഷണം കിട്ടാതെ ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ റെഡ് ക്രസന്റിന്റെ വാഹനം വന്ന് ഒരു പൊതി ഭക്ഷണം അല്ലെങ്കിൽ ഒരു പാക്കറ്റ് റൊട്ടിയോ ബിസ്ക്കറ്റോ വാങ്ങാൻ കാത്തു നിൽക്കുന്ന കുരുന്നുകൾക്കിടയിലേക്ക് ബോംബ് വർഷിക്കാൻ മാത്രം മനുഷ്യത്വം മരിച്ചുപോയ ഇസ്രായേലിലെ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അരുത് കാട്ടാളാന്ന് പറയാൻ ആളില്ല എന്നത് ലോകത്തിന്റെ നാശമാണ്, ലോകത്തിന്റെ ദുരന്തമാണ്. അരുതടാന്ന് പറയാനില്ലാത്തത്.
ഇന്ത്യ മഹാരാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എന്താ കാരണം? അരുതെന്ന് പറയാൻ ആളില്ലാത്തത് കൊണ്ട്. അങ്ങാടിയിൽ രണ്ടാള് തല്ലുമ്പോൾ മൂന്നാമതൊരാൾ ചെയ്യരുതടാ എന്ന് പറയാൻ ശക്തിയുള്ളവനുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാവില്ല, രമ്യമായി പരിഹരിക്കാൻ കഴിയും. ഊർജമുള്ള ശബ്ദങ്ങളോ ഇടപെടാൻ മാത്രം അധികാരമുള്ള ഭരണകേന്ദ്രങ്ങളോ രാഷ്ട്ര സംവിധാനങ്ങളോ രാഷ്ട്രീയ ശക്തികളോ ഇല്ല എന്നത് ലോകത്തിന്റെ വലിയ ദുരന്തമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതളഹറൽ ഫിതനു, നാശം ഇങ്ങനെ പ്രകടമായി കൊണ്ടേയിരിക്കും, വയക്സുറൽ ഹർജു, ഹർജ് ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അൽ ഹർജ് എന്ന് പറഞ്ഞാൽ? അൽ ഖത്ലു വഹുവൽ ഖത്ലു, അത് കൊലപാതകമാണ്. ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്നു കൊണ്ട് ഈ 2024 നോക്കി സംസാരിക്കും പോലെയാണ് ആഗോള രാഷ്ട്രീയത്തിന്റെ ഭൂപടം മുഴുവനും മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഹദീസ് വായിക്കുമ്പോൾ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, അവിടുന്ന് പറഞ്ഞത് അപ്പടി ഇതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകത്തിതൊക്കെ ഉണ്ടാകും എന്നത് കാലയെ കൂട്ടി അറിഞ്ഞ വിവരമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ നാശങ്ങളൊക്കെ വരുന്നത്? അതിന് കൃത്യമായ കാരണമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്ത് അള്ളാഹുവിനെ മറന്നു ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു തആല ചില സാമ്പിൾ ശിക്ഷകൾ ഇവിടെ നൽകും. പരിശുദ്ധമായ സൂറത്തുൽ അൻകബൂത്തിലെ 40-ാമത്തെ സൂക്തം പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി. ഒരുപാട് ജനതയുടെ പതനങ്ങളെ എണ്ണിയിട്ട് പറയുന്നു, അവരെ മുഴുവനും നമ്മൾ പിടിച്ചത് അവർ ചെയ്തു പോയ അരുതായ്മയുടെ കാരണമാണ്. നമ്മൾ ചോദിക്കും, അല്ല മുസ്ലിയാരെ, പ്രഭാഷണത്തിന്റെ വേദിയിൽ കയറി ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നവര് മുഴുവനും തെറ്റുകാരാണെന്നാണോ പറയുന്നത്? അല്ല അല്ല, സമൂഹത്തിൽ അരുതായ്മകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. തെറ്റല്ലാതായ കാലമാണ്. മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കളുടെ നൊമ്പരം ഏതു കാലത്തെക്കാളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതിനേക്കാൾ വലിയ പാതകം വേറെയുണ്ടോ സഹോദരങ്ങളെ? ഈ കേരളത്തിന്റെ ഈ മണ്ണിലും എത്രയെത്ര മാതാക്കൾ കണ്ണുനീരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളുടെ സംരക്ഷണം കിട്ടാതെ അരക്ഷിതരായി കഴിയുന്ന മാതാപിതാക്കളാൽ വൃദ്ധസദനങ്ങളും അഭയകേന്ദ്രങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിലും നമ്മുടെ സമുദായത്തിന്റെ മാതാപിതാക്കളടക്കം ഉൾക്കൊള്ളുകൊണ്ട് വർദ്ധിക്കുകയല്ലേ? ഇതിനേക്കാൾ വലിയ നൊമ്പരം, തെറ്റ് വേറെ എന്താണ് ഇവിടെ വരാനുള്ളത്? പ്രിയമുള്ളവരെ, ആറ്റുനോറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഏതോ ഒരുത്തന്റെ കൂടെ, ഏതോ ഒരുത്തിയുടെ കൂടെ ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തി ഇറങ്ങിപ്പോകുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും വൈകാരികമായ വിചാരങ്ങൾ കടിപ്പെട്ടതിന്റെയും എത്രയെത്ര ദുഃഖങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ കാലത്ത് പാപമില്ല എന്നെങ്ങനെയാ പറയാ? ഇനി നമ്മൾ ഓരോരുത്തരും നോക്കണം, നമ്മുടെ നാടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പാതകങ്ങളുടെ എണ്ണം, അരുതായ്മകളുടെ എണ്ണം ആലോചിച്ചു നോക്കിയാൽ ഈ അരുതായ്മകൾ മുഴുവനും ഈ കാലത്തിന്റെ ദുരന്തത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഇക്കാലത്തും ആ പഴയ നിയമം പറയുകയാണോ എന്ന് ചോദിക്കുന്നവർ ഈ സമുദായത്തിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകേണ്ട കൃത്യമായ മറയും അകലവും പറയുമ്പോൾ ഈ കാലത്തത് പറയാൻ പാടില്ലെന്ന് പറയുന്നു. നമ്മുടെ വിവാഹ സദസ്സുകൾ മുഴുവനും മതമൂല്യങ്ങളെ കാറ്റിൽ പറത്താനുള്ള പ്രകടന വേദികളായി മാറുന്നു.
ഇങ്ങനെയെല്ലാം വരുമ്പോൾ അല്ലാഹു തആല പറയാണ് ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, ഓരോ ജനതയെയും നമ്മൾ പിടിച്ചത് അവരുടെ പാപം കാരണമായിട്ടാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ, കഴിഞ്ഞുപോയ ജനങ്ങളിൽ നമ്മൾ കൊടുങ്കാറ്റയച്ച് നശിപ്പിച്ചു കളഞ്ഞ ജനങ്ങളുണ്ട്. പരിശുദ്ധമായ തഫ്സീർ പറയുന്നു, റീഹൻ ആസിഫത്തൻ ഫീഹാ ഹസ്ബാ കഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പോലെ കൊടുങ്കാറ്റയച്ച് നശിപ്പിക്കപ്പെട്ടവരുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്സൈഹാ, ഒരു ഉജ്ജ്വലമായ അല്ലെങ്കിൽ ഒരു ഉയർന്ന അട്ടഹാസം കൊണ്ട് നശിച്ചു പോയ ജനതയുണ്ട്, സമൂദ് ഗോത്രത്തെ പോലെ. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, അതാ ഭൂമി വിഴുങ്ങിപ്പോയ ജനതയുണ്ട്, ഖാറൂനിന്റെ ജനത പോലെ. വമിൻഹും മൻ അഗ്റഖ്നാ, നമ്മൾ മുക്കിക്കളഞ്ഞ ജനതയുണ്ട്, കഖൗമി നൂഹിൻ വഫിർഔൻ, ഫറോവയും അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയും അതാ പ്രളയത്തിൽ നശിച്ചുപോയ ജനതയാണ്. അല്ലാഹു തആല പറയാണ്, ഇവരെല്ലാം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടാണ് റബ്ബങ്ങനെ ചെയ്യാനുള്ള കാരണം, അത് വിശദീകരിച്ച് പറഞ്ഞിട്ടാണ് നമ്മളോട് പറഞ്ഞത്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, അവര് ചെയ്ത പാപത്തിന്റെ കാരണമാണ് നമ്മൾ അങ്ങനെ നടപടിയെടുത്തത്. ഇത്രയും ഓതി വെച്ചിട്ട് ഖുർആൻ തുടരുകയാണ്. വമാ കാനല്ലാഹു ലിയളിമഹും, അല്ലാഹു തആല ഒരിക്കലും അക്രമം ചെയ്യുകയില്ല. ഫയുഅദ്ദിബഹും ബിഗൈരി ദംബിൻ, പാപമില്ലാതെ ശിക്ഷിക്കുകയില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, ആ ജനതകളാണ് തെറ്റു ചെയ്തത്, അവരെ ശിക്ഷിച്ച റബ്ബ് അക്രമം ചെയ്തിട്ടില്ല. അവരെ ശിക്ഷിച്ച റബ്ബ് അക്രമം ചെയ്തിട്ടില്ല. ഇതിലേറെ വ്യക്തമായിട്ട് ഇനി എന്താണ് ഖുർആൻ പറയേണ്ടത്? ഇവിടെ ഇതൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെയ്തികൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുഴപ്പമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് നിങ്ങൾക്ക് കേവലം സാമ്പിൾ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് കേവലമുള്ള സാമ്പിൾ മാത്രമാണ്. പരിശുദ്ധമായ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നു, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിളുൽമിഹിം, അക്രമത്തിന്റെ പേരിൽ അല്ലാഹു തആല ഇവിടെ നടപടിയെടുത്താൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഇവിടെ ഒരാളും ജീവിച്ചിരിക്കുകയില്ല, ഒരു ജീവിയും ബാക്കിയാവില്ല. അതുകൊണ്ട് മുഴുവൻ നടപടിയും ഇവിടെ എടുക്കില്ല. നിങ്ങൾക്ക് സാമ്പിളെ ഇവിടെ തരുന്നുള്ളൂ. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിതമായ ഒരു സമയത്തേക്ക് നമ്മൾ അത് നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ശിക്ഷ ഏതായാലും ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങളുടെ ശിക്ഷയ്ക്ക് ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബത്തിൻ, ഒരു ജീവിയും ഇവിടെ ബാക്കിയാവില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് മുഴുവൻ ആളുകളെയും നമ്മൾ പിടിക്കും. ഫൈദാ ജാഅ അജലുഹും, അവരുടെ അവധി എത്തിയാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരാളെയും അല്ലാഹു നിശ്ചയിച്ച നിമിഷത്തിൽ നിന്ന് ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കുകയില്ല. കറക്റ്റ് സമയത്തു തന്നെ പിടിക്കുന്നതാണ്. ഈ ലോകത്ത് ഞാനാണ് ഈ ആകാശഭൂമി സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്ന് ആധികാരികമായി അറിയിക്കുന്നത് ഖുർആനാ. ആ ഖുർആൻ പറയുന്നത് എന്നും വയനാടായിട്ട് നിൽക്കും, തൃശ്ശൂരായിട്ട് നിൽക്കുമെന്നല്ല. ഇതൊക്കെ നാളെ അസ്തമിക്കാനുള്ളത് എന്നാ. പിന്നെന്തിനാ നമ്മൾ വയനാട്ടിൽ ദൈവത്തെ തെരഞ്ഞു പോണ്?
പിന്നെ എന്തിനാണ് നമ്മൾ വയനാട്ടിൽ ദൈവം ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യം? ഞങ്ങൾ പഠിപ്പിച്ച റബ്ബിന്റെ നടപടി പുലർന്നിരിക്കുന്നു എന്ന് 1000 ശക്തിയോടെ അള്ളാഹുവിനുള്ള വിശ്വാസം ഉറപ്പിക്കാനുള്ള സമയമാണിത്. ഒരു ചാഞ്ചല്യത്തിനും ആവശ്യമില്ല. അപ്പൊ ഔലിയാക്കളും കറാമത്തും മുദബ്ബിറുൽ ആലം ഒക്കെ എവിടെ പോയി? അള്ളാഹു ഔലിയാക്കൾക്ക് സവിശേഷമായി കൊടുക്കുന്ന കഴിവാണ് കറാമത്തുകൾ. അത് അള്ളാഹു കൊടുക്കുമ്പോൾ കൊടുക്കും. അള്ളാഹു നിശ്ചയിക്കുമ്പോൾ ലഭിക്കും. അടിസ്ഥാനപരമായി അതിന്റെയും പരമാധികാരം അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു, അവൻ പരമാധികാരിയാണ്. അവൻ ഇഷ്ടമുള്ളത് ചെയ്യാം. അതാണ് നമ്മുടെ വിശ്വാസം. അവന്റെ തീരുമാനമാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത്, സൂറത്ത് വളരെ മനോഹരമായത് പറയുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമിയൊന്ന് പ്രകമ്പനം കൊണ്ടാൽ, അവിടെയും ഇവിടെയും ഭൂമി ഉലുക്കമുണ്ടായാൽ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി കുലുങ്ങിയാൽ, ദൈവം അസ്തമിച്ചു എന്നല്ല, കുലുങ്ങും. വാഖറജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറപ്പെടുവിച്ചാൽ, ഇറക്കി വെച്ചാൽ, അഥവാ അതിന്റെ ഉള്ളിലുള്ള ലാവ പുറത്തേക്ക് വരികയോ മേലെയുള്ള ബിൽഡിങ്ങുകൾ തകർന്നു വീഴുകയോ ചെയ്താൽ, ഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യന്മാര് ചോദിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതുതന്നെയാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും അതാ ഒരു പാതിരാത്രിയിൽ 3 മണിക്ക് വെള്ളമിരച്ച് വീട്ടിലേക്ക് കയറിയപ്പോൾ അവര് ചോദിച്ചതാണ് മാലഹാ, എന്തേ സംഭവിക്കുന്നത്? മാലഹായം എന്താണ് സംഭവിക്കുന്നത്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. വാപ്പ മുന്നിലൂടെ ഒലിച്ചു പോയപ്പോൾ പിടിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ മുന്നിലൂടെ അടർന്നു പോയപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല. നൊന്തുപെറ്റ മക്കൾ ഒടിച്ചു പോയപ്പോൾ പിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ വയനാട്ടിലേക്ക് നോക്കി സംസാരിക്കും പോലെ പറയുകയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. ഒരു സഹോദരൻ പ്രളയം വന്നപ്പോൾ ഓടിപ്പോയി ജീവനും കൊണ്ട്. അനുജനെവിടെയെന്ന് നോക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഖുർആൻ എന്ന് നമ്മൾ ഓതുന്ന സൂക്തങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടാകുമെന്ന് ഖുർആൻ അറിയിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു നിമിഷവും നമ്മുടേത് അള്ളാഹു നിശ്ചയിച്ചതിൽ നിന്ന് മാറില്ല. അയൽക്കാരന് വഴി കൊടുക്കാൻ മനസ്സില്ലാതെ അയൽപക്കക്കാർ തമ്മിൽ കേസ് ഫയൽ ചെയ്തതിന്റെ കടലാസ് സോഷ്യൽ മീഡിയയിൽ പാറിക്കളിക്കുമ്പോൾ ആ പരാതിക്കാരനും ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത്, 2 കക്ഷികളും ഈ ഭൂമിയിൽ നിന്ന് പോയതാണ് നമ്മൾ വായിച്ചത്. ഇത്രയേ ഉള്ളൂ. മനുഷ്യ, ഇനിയും നിങ്ങൾ പഠിക്കുന്നില്ലേ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന്? ഇത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ വഹും നായിമൂൻ. ഇത് എത്ര കൃത്യമാണ്. അഫഅമിന അഹ്ലുൽ ഖുറാ, ഗ്രാമവാസികൾ സുരക്ഷിതരാണോ? അൻ യഅതിയഹും ബഅസുനാ, നമ്മുടെ അദാബ് വരുന്നതിൽ നിന്ന്, ബയാതൻ, രാത്രിയിൽ, വഹും നായിമൂൻ, അവർ ഉറങ്ങുമ്പോൾ. എന്താണ് ഈ സൂക്തത്തിന്റെ ഒക്കെ ഒരു അത്ഭുതം? എന്താണ് ഈ സൂക്തത്തിന്റെ ഒക്കെ ഒരു അത്ഭുതം? നമ്മൾ പറയും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്ന്. അതെ, അവര് പ്രഭാതമാകുന്നതിന് മുമ്പ് ഏതോ ലോകത്തേക്ക് യാത്രയായി.
അന്ന് വീട്ടിലേക്ക് വന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ ഇത് അവസാനത്തെ ശയനമാണെന്ന് അവരറിഞ്ഞില്ല. നമ്മുടെ ഉള്ളിലേക്ക് ആലോചന വേണം. വയനാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയത് നമ്മളെപ്പോലെയുള്ളവരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, ഉമ്മമാരാണ്, പെങ്ങന്മാരാണ്, മക്കളാണ്. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി അവർ യാത്രയായി പോയി. അങ്ങനെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഗ്രാമത്തിലേക്ക്, എൻ്റെ പ്രദേശത്തേക്ക് വന്നുകൂടായികയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ അള്ളാഹുവിനെ ആലോചിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ഇതെല്ലാം ഉണ്ടായിട്ടും നാട്ടിൽ ചില നന്മകൾ വേണമെന്ന് ആലോചിക്കാൻ ആളുകളുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇവിടെ ചെയ്യുന്ന അരുതായ്മകൾക്ക് നാളെ ശിക്ഷയുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു സാമ്പിൾ തരും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, നിങ്ങൾക്ക് ചെറിയ ഒരു ശിക്ഷ നമ്മൾ രുചിപ്പിക്കും. ദൂനൽ അദാബിൽ അക്ബർ, വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെറിയ ഒരു സാമ്പിൾ ഞാൻ തരും. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ. സൂറത്തു സജദയുടെ 21-ാമത്തെ സൂക്തമാണ്. ഈ ലോകത്ത് വെച്ച് ചില ശിക്ഷകൾ നിങ്ങൾക്ക് സാമ്പിൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, അവരും മടങ്ങി വരാനാണ്. ഇനിയെങ്കിലും ഞാനൊന്ന് നന്നായി ജീവിക്കട്ടെ. ഏതോ വ്യഭിചാരശാലയിൽ കിടന്നുറങ്ങുമ്പോൾ പ്രളയം വന്നു പോയാൽ ഞാൻ വ്യഭിചാരിയായി മരിച്ചു പോകേണ്ടി വരുമല്ലോ, നഊദു ബില്ലാഹ് എന്നാലോചിച്ച് നന്നാവാൻ. ഏതോ മദ്യഷാപ്പിൽ മദ്യമടിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മദ്യലഹരിയിൽ മയങ്ങുമ്പോഴാണ് പ്രളയം വരുന്നതെങ്കിൽ ഞാൻ മദ്യപാനിയായി മരിക്കേണ്ടി വരുമല്ലോ. ഞാൻ എവിടെയെങ്കിലും അനാവശ്യ പബ്ബുകളിൽ, ക്ലബ്ബുകളിലാണ് കൂടുന്ന സമയത്ത് ഈ ഒരു വിപത്ത് വരുന്നതെങ്കിൽ എൻ്റെ ഒരന്ത്യം എത്ര മോശമായി പോകുമെന്ന് ആലോചിച്ച് നന്നാവാനുള്ള സമയമാണ്. എൻ്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരെ, നമ്മൾ നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ സ്ക്രീൻ അഡിക്ഷൻ്റെ കാലമാണ്. നമ്മൾ എന്തൊക്കെയോ അരുതും അരുതായ്മയും കണ്ടുകൊണ്ടുറങ്ങുമ്പോൾ ആ ഒരു കാഴ്ചയിലങ്ങ് മയങ്ങിപ്പോയാൽ, ഈ ലോകത്തു നിന്നുള്ള അവസാനത്തെ മയക്കമായാൽ അത് ശുഭകരമായ യാത്രയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആനിലെ ആ ചെറിയ അധ്യായത്തിലേക്ക് ഞാൻ വരാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അങ്ങ് വിറകൊണ്ട് പ്രകമ്പനം കൊണ്ടാൽ, വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ, വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യൻ ബേജാറായിട്ട് ചോദിക്കും ഇതെന്താണ്? അപ്പോൾ പറയും യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഭൂമി വിളിച്ചു പറയും ബിഅന്ന റബ്ബക ഔഹാലഹാ, നിങ്ങൾ അയൽ രാജ്യത്തെ സംശയിക്കണ്ട, അവിടുന്ന് ചൈന ബോംബിട്ടതൊന്നുമല്ല. നിങ്ങൾ ലോകത്തുള്ള ഒരു ശക്തിയെയും ഭയക്കണ്ട. ഇത് അല്ലാഹുവാകുന്ന ഭൂമിയെ പടച്ചവന്റെ തീരുമാനമാണ്. ഒരു കോടതിയിലും കംപ്ലൈന്റ് പറയാനില്ല. ഒരുത്തന്റെ വണ്ടി മറ്റൊരാളുടെ കാലിൽ കയറിയപ്പോൾ കേസ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലുണ്ട്. വയനാടിൽ മരിച്ചുപോയവരെ കുറിച്ചുള്ള കേസ് ഏത് കോടതിയിലാണ്? ഏത് കോടതിയിലാണ്? അല്ലാഹുവാകുന്ന ഭൂമിയുടെ ഉടമസ്ഥന്റെ തീരുമാനം, അവന്റെ തീരുമാനത്തെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ വാർത്തകൾ മുഴുവനും നമ്മൾ അറിയുമ്പോൾ ഒരേ ഒരു മറുപടിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ബിഅന്ന റബ്ബക ഔഹാലഹാ,
അല്ലാഹു ആകുന്ന ഭൂമിയുടെ അധിപൻ ഓർഡർ ഇട്ടതാണ് അവിടെ കുലുങ്ങണമെന്ന്. കുലുങ്ങണ്ടെന്ന് തീരുമാനിക്കാൻ ഒരു സെൻട്രൽ ഗവൺമെന്റിനും അധികാരമില്ല, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമില്ല, ഒരു ലോക ഗവൺമെന്റിനും അധികാരമില്ല, ലോകത്തുള്ള ഒരു ഭരണാധികാരിക്കും അധികാരമില്ല. തീരുമാനം ആരുടേതാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കേണ്ട കാലമാണിത്. ചില സൂക്തങ്ങളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ടി ഇറങ്ങിയതാണോ എന്നാലോചിച്ചു പോകും. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഇതിങ്ങനെ ആവർത്തിച്ചു നോക്കുമ്പോൾ ചൂരൽ മലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു സൂക്തം പോലെയല്ലേ പ്രിയമുള്ള മുതഅല്ലിമുകളെ നമുക്ക് ഫീൽ ചെയ്യുന്നത്? നമ്മൾ ആലോചിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആധികാരികമായി നമ്മളോട് പറഞ്ഞു തന്നു കഴിഞ്ഞു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആലോചനയിലേക്ക് ചില സൂക്തങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ചെറിയ അധ്യായങ്ങളിൽ ചെറിയ സൂക്തത്തിലൂടെ നമ്മളോട് പറയാണ്. അറിയുമോ? അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയാണ്, അമ്മ യതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം സംസാരിക്കുന്നത്? അനിൻ നബഇൽ അദീം, നബഉൽ അദീമാകുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ചാണോ? അത് പറഞ്ഞു വെച്ചിട്ട് അല്ലാഹു തആല പറയാണ്, നിങ്ങൾ തർക്കിക്കണ്ട. വയല് കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ മുസ്ലിയാമാര് ഞങ്ങളെ പേടിപ്പിക്കുകയാണ്. പരലോകമുണ്ട്, പരലോകമുണ്ട്, ലോകാവസാനമുണ്ട്, ലോകാവസാനമുണ്ട് എന്ന് നിങ്ങൾ ആശങ്കപ്പെടണ്ട. കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. അവര് കണ്ടതറിയും, അവര് കണ്ടത് മനസ്സിലാക്കും. മനസ്സിലാക്കാതെ എവിടെയും പോണില്ല. അതിനിടയിലൂടെ അല്ലാഹു തആല പറയാണ്, ഇതൊക്കെ ഞാൻ തന്നതാണ് എന്ന് റബ്ബ് പറയാണ്. അലം നജഅലിൽ അർള മിഹാദാ, ഭൂമിയെ തൊട്ടിലാക്കി തന്നത് ഞാനല്ലേ? ആ തൊട്ടിലിൽ കിടന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഭൂമിയെ തൊട്ടിലാക്കി തന്നത് ഞാനാ. വൽ ജിബാല ഔതാദാ, ഈ കാണുന്ന പർവ്വതങ്ങളെ ആണിക്കല്ലുകളാക്കി വെച്ചത് ഞാനാണ്. വഖലഖനാകും അസ്വാജാ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചതും നമ്മളാണ്. വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ, നിങ്ങൾക്ക് ഉറക്കു തന്നവൻ ഞാനാണ്, നിങ്ങൾക്ക് ഉണർവ് തന്നവൻ ഞാനാണ്, രാത്രിയെ നിങ്ങൾക്ക് പുതപ്പാക്കി തന്നവൻ ഞാനാണ്. ഞാനാണ് നിങ്ങളെ രാത്രി ഉറക്കിയത്, ഞാനാണ് നിങ്ങൾക്ക് രാവിനെ പുതപ്പാക്കി തന്നത്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പകലിനെ തന്നത് ഞാനാണ്. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, മേലാപ്പാകുന്ന 7 മണ്ഡലങ്ങളെ, ആകാശമണ്ഡലങ്ങളെ തന്നത് ഞാനാണ്. വജഅൽനാ സിറാജം വഹാജാ, അവിടെ മനോഹരമായ പ്രകാശിക്കുന്ന സൂര്യൻ പടച്ചു വെച്ചത് ഞാനാണ്. ഇതെല്ലാം വെച്ചിട്ട് പറയുന്നു, അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ, മേഘത്തിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ നമ്മളാണ് തന്നത്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, നിങ്ങൾക്ക് വേണ്ടി ധാന്യങ്ങളും സസ്യങ്ങളും ഒക്കെ മുളയ്ക്കാൻ വേണ്ടി. വജന്നാത്തിൻ അൽഫാഫാ, ഇടതൂർന്ന തോട്ടങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി.
എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, ഖിയാമത്ത് നാൾ ഡെഫിനിറ്റ്ലി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് എപ്പോഴാണ് സംഭവിക്കേണ്ടത് എന്ന്. ഇതൊക്കെ തന്നെ ഞാനാ പറയുന്നത്, ഇതൊക്കെ തന്നെ ഞാനാണ് പറയുന്നത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കേണ്ടത് എന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭൂമി ലാൻഡ് സ്ലൈഡ് ഉണ്ടാവൂല എന്നല്ല, എർത്ത്ക്വേക്ക് ഉണ്ടാവൂല എന്നല്ല, പ്രളയം ഉണ്ടാവൂല എന്നല്ല, ഫ്ലഡ് ഉണ്ടാവൂല എന്നല്ല, ഫ്ലഡ് ഉണ്ടാകുമ്പോഴേക്ക് ദൈവം ഒലിച്ചു പോകുന്നല്ല. പരമാധികാരിയായ പടച്ചവന്റെ നിശ്ചയങ്ങളുടെ ഭാഗമാണിതെല്ലാം. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയുമോ? യൗമയും അല്ലാഹു തആല അന്ത്യനാളത്തിന്റെ വിളിയാളം മുഴക്കിയാൽ, സൂറെന്ന കാഹളത്തിൽ ഊതിയാൽ നിങ്ങളിങ്ങനെ സംഘമായി വരും. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ, ആകാശം കവാടങ്ങളായി മാറും. വസുയിറത്തിൽ ജിബാലു ഫകാനത് സറാബാ, പർവ്വതങ്ങൾ സ്ഥാനചലനം സംഭവിച്ച് പൊടിപടലങ്ങളായി പർവ്വതങ്ങൾ മാറിപ്പോകുന്ന കാലമായാൽ, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ, നരകമെന്ന ഒരു ശിക്ഷയുടെ ഭവനം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ലിത്വാഗീന മആബാ, തോന്നിവാസികൾക്കുള്ള വീടായി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അവനെ മറന്നവർക്കുള്ളൊരു വീട്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ഒന്നും അവർക്ക് നല്ല മനോഹരമായ പാനീയം അവിടെ കിട്ടുകയില്ല, ഒന്നും അവർക്ക് വേണ്ടത് അവിടെ കിട്ടില്ല. അല്ലാഹു തആല അവർക്ക് വേണ്ടി ശിക്ഷയുടെ വീട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇനിയാണ് സന്തോഷം അറിയിക്കുന്നത് ഖുർആൻ. അപ്പൊ ഇതൊക്കെ സംഭവിക്കും. വയനാട്ടിൽ സംഭവിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്ന് SYSന്റെ സാന്ത്വനം വളണ്ടിയർമാർ, എമർജൻസി ടീം, SET സെറ്റ് ഇവിടുന്ന് പുറപ്പെട്ടു, വിഭവങ്ങൾ ഇവിടുന്ന് പോയി. കോഴിക്കോട് നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന് ആയിരക്കണക്കിന് സാന്ത്വനം വളണ്ടിയർമാർ, അതുപോലെ കേരളത്തിലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, മിക്ക രാഷ്ട്രീയ മതസംഘടനകളുടെയും സന്നദ്ധ സംഘങ്ങൾ എല്ലാവരും വന്നു വയനാട്ടിലേക്ക്. വയനാട്ടിലും കോഴിക്കോട്ടും കൊല്ലത്തും തിരുവനന്തപുരത്തും കേരളത്തിൽ മുഴുവനും കുലുങ്ങിയാൽ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരും, തമിഴ്നാട്ടിലും കൂടെ കുലുങ്ങിയാൽ ചിലപ്പോൾ കർണാടകയിൽ നിന്ന് വരും, ഇന്ത്യ മുഴുവൻ കുലുങ്ങിയാൽ ചിലപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരും, ലോകം മുഴുവനും കുലുങ്ങിയാൽ പിന്നെ എവിടെ നിന്ന് വരും? പിന്നെ ആര് വരും? പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടാവുക? അപ്പോൾ ഇത് പടർന്ന് നാളേക്ക് വരും. നിങ്ങളത് ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ നിൽക്കുന്ന ഇടവും ഉണ്ടാവില്ല. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകാനുള്ളതാണ്. ഇത്രമേൽ പറഞ്ഞു വെച്ച ഖുർആനിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വയനാട്ടിൽ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്ന നിഷേധികൾ, ലിബറലിസ്റ്റുകൾ, ദൈവനിഷേധികൾ, യുക്തിവാദികൾ, നിങ്ങൾ പഠിക്കുവിൻ ഇസ്ലാമിനെ, നിങ്ങൾ വായിക്കുവിൻ ഇസ്ലാമിനെ. ലോകത്തെ ഏറ്റവും മനോഹരമായ ആശയസമ്പുഷ്ടമായ സാഹിത്യാവിഷ്കാരമാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആനിനോളം ആശയഭംഗിയുള്ള വാചകങ്ങൾ വേറെ ഒരു ഗ്രന്ഥത്തിലും നമുക്ക് വായിക്കാനില്ല. ഞാൻ അതിൻ്റെ ഒരു പ്രകടമായ ആശയം മാത്രം പറഞ്ഞുകൊണ്ട് പോയതാണ്. ഓരോ സൂക്തങ്ങൾക്കും 1000 വ്യാഖ്യാന പർവങ്ങളുണ്ട്. വരട്ടെ, മുഅ്മിനീങ്ങളോട്, ലോകത്തോട് മുഴുവനും അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ചോദിക്കുക, അപ്പോൾ വയനാട് ചൂരൽമലയിൽ മരണപ്പെട്ടു പോയവര് മുഴുവനും പാപികളാണോ? എന്നാ പിന്നെ പാപികൾക്ക് വേണ്ടി നമ്മൾ എന്തിനു കരയണം? ഇല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് ഇറങ്ങുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രദേശത്തേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അവതരിക്കുമ്പോൾ
അവിടെ നല്ലവരും അല്ലാത്തവരും എല്ലാവരും ഉൾപ്പെടും. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സുമ്മ യുബഅസു അലാ നിയ്യാതിഹിം, പിന്നെ അവരുടെ നന്മയ്ക്കനുസരിച്ചവർക്ക് പരലോകത്ത് നന്മ ചെയ്തവർക്ക് പദവി കിട്ടും. പേടിക്കാനില്ല. വയനാട്ടിൽ ചൂരൽമലയിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ജലത്തിലേക്ക്, പ്രളയത്തിലേക്ക്, ഭൂമിയിലേക്ക് ആണ്ടുപോയ വിശ്വാസികളെ, അവരെ കുറിച്ച് നമുക്ക് ബേജാറില്ല. അവർക്ക് അല്ലാഹു തആല പറുദീസകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരലോകത്ത് സ്വർഗം അല്ലാഹു കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഭയം വേണ്ട. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നലിൽ മുത്തഖീന മഫാസാ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വിജയത്തിന്റെ വീടുണ്ട്. ഹദായിഖ വഅനാബാ, നല്ല മുന്തിരിത്തോട്ടങ്ങളും നല്ല പഴത്തോട്ടങ്ങളുമുണ്ട്. വകവാഇബ അത്റാബാ, ആനന്ദത്തിന്റെ ഇണകളുണ്ട്. വകഅസൻ ദിഹാഖാ, അവർക്ക് നല്ല മനോഹരമായ പാനീയങ്ങളുടെ ചഷകങ്ങളുണ്ട്, നിറഞ്ഞ കോപ്പകളുണ്ട്. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ കിദാബാ, സോഷ്യൽ മീഡിയയിൽ അലമ്പ് അവിടെയില്ല, യൂട്യൂബിലെ അടിപിടി അവിടെയില്ല, വർഗീയതയുടെ വംശീയതയുടെ വർത്തമാനങ്ങൾ അവിടെയില്ല, അന്യനെ അപഹസിക്കുന്ന വർത്തമാനങ്ങളില്ല, മറ്റുള്ളവന്റെ കുറവ് പറയുന്ന വർത്തമാനങ്ങളില്ല, ആക്ഷേപങ്ങളില്ല, രാഷ്ട്രീയ പകപോക്കലുകളില്ല, ചാൻസ് കിട്ടുമ്പോഴുള്ള വർഗീയ വിഷയങ്ങളുടെ വർത്തമാനങ്ങളില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദാബാ. ഇതിന്റെ കുറച്ച് ഡിലേ കുറച്ചാൽ ഇങ്ങോട്ടുള്ളത്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികൾക്ക് നൽകിയിട്ടില്ല. ജസാഅൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബാ, അല്ലാഹു നിങ്ങൾക്ക് സമ്മാനം തരും. അപ്പോൾ ഏതൊരു വിപത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോഴും, ഇവിടെയുള്ള ഭൂമി കുലുക്കത്തിലായാലും പ്ലേഗിലായാലും കോവിഡിലായാലും മരിച്ചുപോയ വിശ്വാസികളുണ്ടല്ലോ, നല്ല നിലക്ക് ജീവിച്ച സജ്ജനങ്ങൾ, അവർക്ക് ഖേദിക്കാനില്ല, അവർക്ക് സ്വർഗമുണ്ട്. കോവിഡ് കാലത്ത് മരിച്ചുപോയ മുഅ്മിനീങ്ങൾ, പ്ലേഗിൽ മരണപ്പെട്ടു പോയ സ്വഹാബത്തിനെ പോലെ. അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ വിശ്വസ്തൻ എന്ന വിലാസമുള്ള സ്വഹാബി. അതാ അവിടെ വിശ്രമിക്കുന്നു ജോർദാനിൽ. അമവാസി പ്ലേഗ് ബാധിച്ച് വഫാത്തായി പോയ സ്വഹാബികളിൽ ഒരാൾ. പാരത്രികമായി ഷഹാദത്തിന്റെ പദവിയുള്ള മഹാനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്ലേഗ് രോഗമുണ്ടായി, പകർച്ചവ്യാധി ഉണ്ടായി, പാൻഡമിക് ഉണ്ടായി. ആ കാലഘട്ടത്തിൽ നിരവധി പേർ വഫാത്തായി പോയി. അവർക്കെല്ലാവരും അൽ മത്ഊനു ഷഹീദ്, അൽ ഗരീഖു ഷഹീദ്, പ്രളയത്തിൽ മരിച്ചുപോയ വിശ്വാസി പരലോകത്ത് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ. പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു പോയ വിശ്വാസി നാളെ രക്തസാക്ഷിയുടെ കൂട്ടത്തിൽ. അതുപോലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെട്ടു പോയവൻ നാളെ പരലോകത്ത് രക്തസാക്ഷിയുടെ കൂട്ടത്തിൽ. പ്രസവ സമയത്ത് മരണപ്പെട്ടു പോയ സഹോദരി, അവർ പരലോകത്ത് രക്തസാക്ഷികളുടെ പ്രതിഫലം ലഭിക്കുന്നവർ. എല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇസ്ലാം. അതുകൊണ്ട് അവിടെ മരണപ്പെട്ടു പോയ നല്ലവരായ ആളുകൾ, അവരുടെ പാപമല്ല, ഒരു കാലത്തെ പാപം അധികരിക്കുമ്പോൾ ആ കാലത്തുള്ള ആളുകൾക്ക് മുഴുവനും പരീക്ഷണം നേരിടേണ്ടി വരും. നല്ലവർക്ക് സ്വർഗത്തിലേക്ക് അല്ലാഹു അവസരം നൽകും, അല്ലാത്തവർക്കാണ് ലിത്വാഗീന മആബാ, അല്ലാഹു തആല നരകത്തിന്റെ ശിക്ഷ വെച്ചിട്ടുള്ളത്. നഊദു ബില്ലാഹ്. അപ്പൊ ഖുർആൻ 1000 ആവർത്തി വായിച്ച് അതിൻ്റെ ആശയത്തിലേക്ക് വരേണ്ട കാലമാണിത്. നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ള ചെറിയ ചെറിയ സൂക്തങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ വളരെ കൗതുകകരമായി നമുക്ക് വായിക്കാൻ പറ്റും.
എന്താണെന്നറിയുമോ? ഇദശ്ശംസു കൂവിറത് വൈദൻ നുജൂമുൻ കദറത്. സൂര്യൻ അതിന് ആവരണം വന്ന് അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ, വൈദൻ നുജൂമുൻ കദറത്, അവിടുന്ന് ആകാശത്തെ നക്ഷത്രങ്ങൾ ചിതറിക്കൊഴിഞ്ഞു വീണുപോയാൽ, വൈദൽ ജിബാലു സുയറത്, പർവ്വതങ്ങളെല്ലാം ധൂളികളായി മാറിപ്പോയാൽ, വഇദൽ ഇശാറു ഉത്തിലത്, അമൂല്യമായ നിധികൾ അവഗണിക്കപ്പെട്ടാൽ. 10 മാസം തികഞ്ഞ പെണ്ണൊട്ടകം അറബികളുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ്. അതാർക്കും വേണ്ട. ഇതുപോലെ വീട്ടിലുള്ള പൊന്നുണ്ട്, ഏലം വിറ്റ ലക്ഷങ്ങളുണ്ട്, അതൊന്നും വേണ്ട. വീട്ടുകാർ മുഴുവനും ഓടിപ്പോയി. പിന്നീട് ഒന്ന് ശാന്തമായപ്പോ വീട് തേടി വരുന്നയാള് പറഞ്ഞു, ഇവിടെ 60 പവനും 7 ലക്ഷവും ഉണ്ടായിരുന്നു എന്ന്. ഇദൽ ഇശാറു ഉത്തിലത്. പ്രതിസന്ധി വന്നപ്പോ മറന്നുപോയി, ഓടിപ്പോയി. അപ്പൊ ഓർമ്മ ഉണ്ടായില്ല. എത്ര കൃത്യമായി നമ്മളോട് പറയാണ്, വൈദൽ വുഹൂഷു ഹുശിറത്, നാൽക്കാലികൾ ഹാജരാക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ പരസ്പരമുള്ള ചെറിയ ഇടപാടുകൾ കഴിഞ്ഞ്, കൂനു തുറാബ, ഇടപാട് കഴിഞ്ഞു എന്ന് ഖുർആൻ നാളെ പരലോകത്ത് പറയപ്പെട്ടാൽ, വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രത്തിൽ ജ്വാല ഉയർന്നു വന്നാൽ, അപ്പൊ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഭൂകമ്പങ്ങളുടെയും പ്രളയങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. വൈദൻ നുഫൂസു സുവ്വിജത്, മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളിലേക്ക് ശരീരം ചെന്നു ചേരുകയോ ശരീരത്തിലേക്ക് ആത്മാവുകൾ വന്നു ചേരുകയോ ചെയ്യുന്ന ദിവസം വന്നാൽ, വഇദൽ മൗഊദതു സുഇലത്, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനായിരുന്നു എന്നെ കുഴിച്ചു മൂടിയത് എന്ന്. അത് പണ്ട് മാത്രമല്ല, ഭ്രൂണഹത്യ ചെയ്തവരോടും ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്. പള്ളയിൽ ഒരു കുഞ്ഞായി വളർന്നു വന്നപ്പോൾ പെണ്ണിനോടുള്ള ദേഷ്യം കൊണ്ട് 5-ാം മാസം ഭ്രൂണഹത്യ ചെയ്ത മാതാപിതാക്കളോട് ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് എന്നെ നിങ്ങൾ ഗർഭാശയത്തിലേക്ക് കൊന്നു കളഞ്ഞത്? ചോദിക്കുന്ന ദിവസം വന്നാൽ, നിങ്ങളുടെ മുഴുവനും ആത്മകഥ നിവർത്തപ്പെട്ടു പോയാൽ, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ജീവൽ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തരും. അല്ലാഹു തആല വെച്ചിരിക്കുന്ന പ്ലാനിങ് അതാണ്. ഞാനും നിങ്ങളും ജനിച്ചത് മുതലുള്ളത് മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എങ്ങോട്ട് പോയി, എന്ത് ചെയ്തു, എന്ത് മിണ്ടി, എന്ത് മൗനം ദീക്ഷിച്ചു, ഇത് മുഴുവനും നമ്മുടെ ജീവിത പുസ്തകം രേഖപ്പെടുത്തപ്പെട്ടു. അത് നാളെ നിവർത്തി നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് തന്നാൽ, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വിശ്വാസികളുടെ നല്ലവരുടെ കയ്യിലേക്ക്, വലത് കയ്യിലേക്ക് പുസ്തകം ലഭിക്കും. അവരുടെ ആത്മകഥ, അവരുടെ ഓരോരുത്തരുടെയും ആത്മകഥ കയ്യിലേക്ക് വന്നാൽ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൈദസ്സമാഉ കുശിതത്, ആകാശം അതിൻ്റെ പാളികൾ കേടായിപ്പോയി, അത് പൊളിഞ്ഞുപോയി. അങ്ങനെ ഒരു കാലം വന്നാൽ, വൈദൽ ജഹീമു സുഇറത്, നരകം അതിൻ്റെ അവകാശികൾക്ക് വേണ്ടി കത്തിക്കപ്പെട്ടാൽ, വൈദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗം അതിൻ്റെ അവകാശികളിലേക്ക് അടുപ്പിക്കപ്പെട്ടാൽ, അലിമത്ത് നഫ്സും മാ അഹ്ളറത്, അപ്പം തോന്നും എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എന്ന്. അലിമത്ത് നഫ്സും മാ അഹ്ളറത്, അപ്പോൾ ഓരോരുത്തർക്കും തോന്നും എന്താ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എന്ന്. അതുവരെ ഈ വയലൊന്നും തലയിൽ കയറൂല, അതുവരെ ഈ ഉപദേശമൊന്നും വേണ്ട പോലെ കയറില്ല. അലിമത്ത് നഫ്സും മാ അഹ്ളറത്, അപ്പോഴാണ് പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് എന്ന് നമുക്ക് തോന്നുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി ലോകത്തോട് പറയാണ്, എത്രയെത്ര നിബന്ധനയാണ്. ഓരോന്നും സംഭവിച്ചാൽ, അലിമത്ത് നഫ്സും മാ അഹ്ളറത്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് നമുക്ക് നന്നാവാനുള്ള കാലമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാന പരിപാടിയുടെ തലേന്ന് ഒന്ന് കൂടിയിരുന്ന് ദിക്ർ ചൊല്ലി ദ്വാരന്ന് പിരിയാന്ന.
നമ്മളിൽ ഓരോരുത്തരിലും ആത്മീയ വിചാരങ്ങൾ ഉണരുക എന്നാണ്. നമ്മളെല്ലാവരും ഒന്നുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുക. എന്റെ വിചാരം അള്ളാഹുവിലേക്ക് എത്രമാത്രം കൃത്യമാണെന്ന് ആലോചിക്കുക. എന്റെ ഇന്നത്തെ മഗ്‌രിബ് ഇശാ നിസ്കാരങ്ങളിൽ നിസ്കാരമാർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടി. നമ്മുടെ നിസ്കാരത്തിൽ എത്ര നേരം അള്ളാഹു ഉണ്ടായിരുന്നു? പഠിച്ചോനെ, ആ ഭൂമി ഉലുക്കം എവിടെത്തി? എന്നാണോ നമ്മുടെ മഗ്‌രിബിന് കൈകെട്ടിക്കഴിഞ്ഞ് സലാമിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്? കണ്ടുവച്ച വോയിസ് ക്ലിപ്പ്, കണ്ടുവച്ച വീഡിയോയുടെ പകുതി എന്തായിരിക്കുമെന്ന ആലോചനയിലാണോ നമ്മുടെ ഇശാ നിസ്കാരം കടന്നുപോയത്? അവിടെ അള്ളാഹു ഉണ്ടോ? അള്ളാഹു എവിടെ? ഉസല്ലി ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പോവുക. എന്നിട്ട് ആ നിസ്കാരത്തിൽ അള്ളാഹു ഉണ്ടോ? സൗമുഖദിൻ ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുക്കാൻ പോവുക. ആ നോമ്പിൽ അള്ളാഹു ഉണ്ടോ? ഫഹറംതു ബിഹി ലില്ലാഹി തആല, അള്ളാഹ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു ഹജ്ജ് ചെയ്യാൻ. അള്ളാഹു എവിടെ? ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു, വഹറംതു ബിഹാ ലില്ലാഹി തആല, അള്ളാഹു എവിടെ? എന്തിനേറെ അള്ളാഹുവിന്റെ പവിത്രമായ കഅബാലയത്തിന് മണിമുറ്റത്ത് ചെല്ലുമ്പോഴും ഇതെന്റെ രാജാതിരാജൻ ആദരവോടെ പടച്ചു തന്ന അവനിലേക്ക് ആരാധന അർപ്പിക്കാനുള്ള പവിത്രമായ ഭവനമാണെന്ന ആലോചനയിൽ അള്ളാഹു എന്ന് ചിന്തിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നവരെവിടെ? അള്ളാഹു നമ്മുടെ ഖൽബിൽ നിന്ന് എവിടേക്കോ പോയി. അള്ളാഹു നമ്മുടെ ഖൽബിൽ നിന്ന് എവിടേക്കോ പോയി എങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ വേദിയാണ് ആത്മീയ വേദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാൻ വേണ്ടിയുള്ള വേദിയാണ് ആത്മീയ വേദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതെന്തിനാണ്? കേവലം നമുക്ക് പറഞ്ഞു നടക്കാനല്ല, നമ്മുടെ ഓരോരുത്തരെയും നേർവഴിക്ക് നയിക്കാൻ വന്ന നേതാവാണ്. ബശീറൻ വനദീറാ, നിങ്ങൾ നന്മ ചെയ്താലുള്ള സ്വർഗം അറിയിച്ചു തരാൻ വന്ന നേതാവാണ്. തിന്മ ചെയ്താലുള്ള നരകത്തെക്കുറിച്ച് താക്കീതു നൽകാൻ വന്ന നേതാവാണ്. ആ നേതാവിനെ മറന്നുപോയോ? ഓ ഉമ്മമാരെ, ലിബറലിസത്തിന്റെ കാലമാണ്. എന്തേ ഞങ്ങളും ആണുങ്ങളെപ്പോലെ ആയാലെന്ന് സ്ത്രീകളുടെ മനസ്സ് മന്ത്രിക്കുന്ന കാലമാണ്. വിവാഹം വേണ്ടെന്ന് പറയുന്ന സ്ത്രീജനങ്ങളുള്ള കാലമാണ്. വിവാഹമാകാം, സന്താനം വേണ്ടെന്ന് പറയുന്ന സ്ത്രീകളുള്ള കാലമാണ്. ഞങ്ങൾക്ക് വീട്ടിൽ ജോലി ചെയ്യാനാവൂലെന്ന് പറയുന്ന കാലമാണ്. ഏതായാലും ഇരിക്കട്ടെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ചവൻ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം എന്നൊരു നിയമം നൽകിയിട്ടുണ്ട്. അത് ലംഘിച്ചാൽ നമ്മൾ ആ സ്രഷ്ടാവിൻ്റെ മുന്നിൽ കുറ്റക്കാരാണ്. അവിടെ പ്രതികളാവാതിരിക്കണമെങ്കിൽ അതല്ലേ ഇന്നലിൽ മുത്തഖീന മഫാസാ, ചൂരൽ മലയിൽ നിന്നൊലിച്ചുപോയ ഒരു നല്ല മുത്തഖിയായ മനുഷ്യൻ നമ്മൾ അയാളുടെ ശരീരം കണ്ട് കരയുമ്പോഴും അയാളുടെ ആത്മാവ് സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ്. ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്തിൻ്റെ വോയിസ് വന്നു. ഉടലില്ലാത്ത ഒരു ശിരസില്ലാത്ത ഒരു ഉടല്, ഒരു മോളുടെ ഉടല്. അത് കണ്ടിട്ട് ദുഃഖം കടിച്ചിറക്കാൻ കഴിയാത്ത നൊമ്പരത്തോടെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നിട്ട് വീണ്ടും നോവടങ്ങാതിരുന്ന് പറയുന്ന ഒരു വർത്തമാനം. ആ മോള്, മുഅ്മിനത്തായ മോള് സ്വർഗത്തിലായിരിക്കും, ആനന്ദത്തിന്റെ പറുദീസയിൽ. ഹംസത്തുൽ കറാർ തങ്ങളുടെ ശരീരം ചോരയൊലിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് രസിക്കുകയായിരുന്നു.
അപ്പോഴാണ് ആയത്തിറങ്ങിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആ അവസ്ഥ ലോകത്തോട് വിളിച്ചു പറയാൻ ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണത്. അവരുലാത്തുകയാണ്. സൂറത്ത് യാസീനിൽ നമ്മൾ ഓതി, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഒരു ഗ്രാമവാസികൾ ഒരു സത്യവിശ്വാസി സത്യപ്രബോധകനെ കൊന്നുകളഞ്ഞു. അവർ വിചാരിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ നശിപ്പിച്ചു എന്ന്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് വാനലോകത്തേക്ക് ഉയർന്നപ്പോൾ പറഞ്ഞതാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ജനതയെ അറിഞ്ഞിരുന്നുവെങ്കിൽ ബിമാ ഗഫറ ലി റബ്ബി, റബ്ബെനിക്ക് പുറത്തു തന്നതും വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ആദരിച്ചതും അറിഞ്ഞിരുന്നുവെങ്കിൽ. പോരെ? അപ്പൊ ഏതു വന്നാലും മുഅ്മിനിന് അൽഅംറു കുല്ലുഹു ഖൈർ, എല്ലാം ഒരു വിശ്വാസിക്ക് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. ഭൂമി കുലുങ്ങിയാലും ഉരുള പൊട്ടിയാലും മഴയേറിയാലും ഏതു വന്നാലും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. ഇത് മനസ്സിലേക്ക് തറപ്പിച്ചു വെച്ചപ്പോഴാണ് ഫലസ്തീനിന്റെ മക്കൾ ധൈര്യമായി വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന്. അതവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞ് 10,000 കൊല്ലപ്പെട്ടിട്ടും ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു കുരുന്ന്, ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ്റെ കാലു പിടിച്ചിട്ട് ഞാൻ ജൂതനായിക്കോളാം, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു വാർത്ത പോലും ലോകത്ത് വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ഉമ്മയെ പിടിച്ചു കയറ്റി പട്ടാളക്കാര് അവരുടെ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതല്ലാതെ ചൂണക്കിയിട്ട് കാല് നക്കിയിട്ട് എനിക്ക് ജീവിതം മതി എന്ന് പറയാതിരുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മസാന്ത്വനം നൽകുന്ന ഒരു ഇലാഹി വിശ്വാസമുണ്ട്, അല്ലാഹുൽ വാഹിദുൽ അഹദ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഞങ്ങൾ ഗസ്സ പണിയുമെന്ന് കവിത എഴുതിയ കവയിത്രി ലോകത്തോട് യാത്രയായപ്പോൾ ആ കവിതയും കൊണ്ടുപോയത്. ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹുവെ കുറിച്ചുള്ള വിചാരമുള്ളത് കൊണ്ടാണ് ആ പടക്കളത്തിന്റെ ഉള്ളിലും ഞാൻ കൂട്ടുകാരിക്ക് കൊടുക്കാനുള്ള കടത്തിന്റെ കണക്കെഴുതി വെക്കാൻ ഒരു കുഞ്ഞുമോൾക്ക് മാനസിക വിചാരമുണ്ടായത്. ഒരു മാനസിക വിചാരം എന്തേ? ഫലസ്തീനിൻ്റെ പടക്കളത്തിൽ ജീവൻ അമർന്നു വീഴുമ്പോഴും ഒരു മോൾ എഴുതി വെച്ചു, കളിക്കാല കൂട്ടുകാരിൽ നിന്ന് വാങ്ങിയ ചില്ലറകളുടെ കണക്കെഴുതി വെച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലാഹ്. അങ്ങനെ ഒരു വിചാരമില്ലാത്തത് കൊണ്ടാണ് വയനാട് മുഴുവനും ഇളകിപ്പൊളിയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ മോഷണം നടത്താൻ പോയവരുണ്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഹയ്യയ്യോ ഇതെന്തൊരു ദുരന്തമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിചാരവുമില്ലാത്ത മൺകൂടുകളാണവർ. മൂല്യമുള്ള ആത്മാക്കളായി നമ്മൾ ഉയർന്നാൽ നമ്മുടെ ഈ ശരീരമാകുന്ന കവചം നശിച്ചാലും നമുക്ക് നാശമില്ല. നമ്മൾ എന്നേക്കുമായി വിജയത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കേണ്ട കാലമാണ്. നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തേണ്ട കാലമാണ്. നമ്മൾ നമ്മുടെ കൽബ് കൊണ്ട് മദീനയുടെ രാജാവ്, ലോകത്തിൻ്റെ നേതാവ്, കാരുണ്യത്തിൻ്റെ അരുണപ്രവാഹം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഹൃദയത്തിലേക്ക് ആവഹിച്ച് താലോലിച്ചു കൊണ്ട് നടക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ തിരുഗുരുവിൻ്റെ ഓർമ്മകളിലേക്ക് ഹൃദയത്തിൽ നിന്ന് സ്വലാത്തിൻ്റെ മന്ത്രങ്ങൾ ഉയർന്ന മദീനയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രളയം വന്ന്, കൊടുങ്കാറ്റ് വന്ന്, ഭൂമി കുലുക്കം വന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോയാൽ കാണാനുള്ളതാരെയാണ്? ലോകത്തിൻ്റെ മണവാളനെയാ, സ്വർഗത്തിൻ്റെ രാജാവിനെയാ, സ്വർഗം തുറക്കുന്ന നേതാവിനെയാ. ചമക് തുജ്സേ പാതേ ഹേ സബ് പാനേ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനേ വാലേ. ലോകം മുഴുവനും പ്രദീപ്തമാക്കിയ നേതാവേ, എൻ്റെ ഹൃദയത്തിലേക്കും ആ വെളിച്ചം തരണം. നിങ്ങൾ ആലോചിക്കണം,
എല്ലാ മക്കളും മരിച്ചു പോയപ്പോൾ വിളിച്ചു ചോദിച്ചു വയനാട്ടിൽ നിന്നൊരാൾ, എന്നെ എന്തിനു ബാക്കിയാക്കിയെന്ന്. 47 മക്കളും കുഞ്ഞുപ്രായത്തിൽ മരിച്ചു പോയപ്പോൾ ഒരാൾ ബഗ്ദാദിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നീ ഏൽപ്പിച്ച അമാനത്ത് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു എന്ന്. ഇന്നലിൽ മുത്തഖീന മഫാസ. ഇതിലെ ഓരോ സൂക്തങ്ങളും ഓരോ ദിവസം പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് വർത്തമാനകാല സംഭവം, ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ഇനി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞ കാലമുണ്ടാവില്ല. സമാധാനത്തിന്റെ തലസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന ആശയത്തിന്റെ വ്യാപ്തി അറിയണം. അത് കൃത്യസമയത്ത് കാലത്തോട് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. അതിനുള്ള പരിശീലനം കൂടിയാണ് നമ്മുടെ സാഹിത്യോത്സവം. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ നിങ്ങൾ സാന്ത്വന പ്രവർത്തനം ചെയ്യണത് എന്തിനാണ്? അതും പഠിപ്പിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയപ്പോൾ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള യോദ്ധാക്കളെ മാത്രമല്ല കൊണ്ടുപോയത്, പരിക്കേറ്റ് വീഴുന്നവരെ പരിചരിക്കാനുള്ള സാന്ത്വനം വളണ്ടിയേഴ്സിനെ കൂടി കൊണ്ടുപോയി. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? അള്ളാഹുവിന് പ്രിയപ്പെട്ടവർ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ. ഇത്തരമുള്ള ദുരന്ത ഭൂമിയിൽ മനുഷ്യനെന്ന വാചകമല്ലാതെ വേറെ ഒന്നില്ല. അതുകൊണ്ടാണ് അംഫഉഹും ലിന്നാസ് എന്ന പരിശുദ്ധമായ ഹദീസ് പ്രയോഗിച്ചത്. അവിടെ മനുഷ്യനെ സഹായിക്കണം, അല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. ഒരു പൂച്ചക്ക്, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന് സ്വർഗം കിട്ടിയെന്ന് പഠിപ്പിച്ചത് വയനാട്ടിൽ നിന്ന് വിശന്ന് കിടക്കുന്ന പശുക്കുട്ടിയെ എടുത്തുകൊണ്ടുവരുമ്പോൾ രസ്വയ്യസുകാരൻ്റെ മനസ്സിൽ ആ ഹദീസ് ഓർമ്മ വന്നിട്ടുണ്ടാവും. അതിനുവേണ്ടിയാണ്. അവനത് കേവലം ഒരു വളണ്ടിയർ വർക്കല്ല, കേവലം ഒരു സാമൂഹിക സേവന അടയാളപ്പെടുത്തലല്ല, അതവൻ സ്വർഗത്തിലേക്ക് നടക്കാനുള്ള വഴിയാണ്. ആ നാൽക്കാലിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുവന്ന വെള്ളം കൊടുത്ത് ആശ്വസിപ്പിച്ചത് എനിക്ക് നാളെ പറുദീസ കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ നിന്നാണ്. എത്ര മനോഹരമാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മളൊക്കെ ഇസ്ലാമിനെ പഠിക്കണം. ആര്? മുസ്ലിങ്ങളായ നമ്മൾ ഇസ്ലാമിനെ പഠിക്കണം. ഒറ്റ കാര്യം ചോദിച്ച് നിർത്തുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുന്നു. എൻ്റെ നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ലഘു പുസ്തകമെങ്കിലും വായിച്ചു തീർത്തു എന്നൊരാശ്വാസമുള്ള എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഞാൻ ഈ അടുത്ത പ്രദേശത്ത് മുമ്പൊരിക്കൽ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ചില ആളുകൾ വായിക്കുമെന്ന് പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. ഇനി ഒരിക്കൽ കൂടി നമ്മൾ വായിക്കുക. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുമ്പോൾ അതൊരു വലിയ ലോകമാണ്, അതൊരു മഹാത്ഭുതമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ചെറിയ കുറിപ്പുകളുടെ 787-ാമത്തെ എപ്പിസോഡ് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന ഹദീസായിരുന്നു ഇന്ന് എഴുതിയത്. ലാളിത്യത്തിൻ്റെ പര്യായമായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചില്ല. നമുക്കുള്ള സ്വാതന്ത്ര്യം അവിടെ തന്നു. അപ്പോഴും ആ ജീവിതം ലളിതമായിരുന്നു. ദിവസങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തളികയിലെ വിശേഷങ്ങളാണ്. മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരം. നമ്മൾ എത്രയോ ഭക്ഷണം വേസ്റ്റാക്കുന്നു, കല്യാണ വീടുകളിലടക്കം. ഇന്നാലില്ല. ഒരു ഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പശിയടക്കാൻ ഗതികെട്ടോടുന്ന മക്കളുള്ള കാലത്ത് അരുതേ സഹോദര, ഭക്ഷണം വെറുതെ കളയരുത്. നീ നിന്റെ ആഢ്യത്വത്തിന് വേണ്ടി 5ഉം 10ഉം ഇനം ഓഡിറ്റോറിയത്തിൽ നിരത്തി വെച്ച് ബൊഫേ വെച്ച് ലാസ്റ്റ് വരുന്നത് എടുത്തു കളയുമ്പോൾ ഇതിൽ നിന്നൊരു നാമ്പ് കാണാൻ പോലും കൊതിക്കുന്ന ജനങ്ങൾ ലോകത്തുണ്ട് എന്നറിയണം. നിനക്ക് പണം തന്ന റബ്ബിൻ്റെ അടിമകളാണവർ.
നിങ്ങളുടെ ഇന്നലകൾക്ക് പണം കൊടുക്കാഞ്ഞിട്ട് അവരുടെ ഏതോ നന്മ കൊണ്ട് നിനക്ക് പണം തന്ന റബ്ബാണ് നിന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവനും ഒരാഴ്ച പൂർണ്ണമായും നോർത്ത് ഇന്ത്യയിലായിരുന്നു. യു പിയിലെ വിവിധ ഗ്രാമങ്ങളിൽ. കഥ പറയാനുള്ള നേരമില്ല. കണ്ണുനീരൊലിപ്പിക്കാതെ ചില സ്ഥലങ്ങളിൽ നിന്ന്, ചില ഗല്ലികളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു നൂറ്റാണ്ടിന്റെ അവസാനമെങ്കിലും ഈ നാട് ഒരു സമാധാനത്തിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ട് കൊണ്ടെങ്കിലും ഇവിടെ ഒന്ന് വെളിച്ചം കൊണ്ടുവരാൻ കഴിഞ്ഞ, കൃത്യമായി പറഞ്ഞാൽ ഇതേപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ യു പിയിലെ ലക്നൌവിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറം ബൽറാംപൂർ എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിൻ്റെ ഉള്ളിലെ ഗല്ലികളിലൂടെ ഇലക്ട്രിസിറ്റി മിന്നാത്തത് കൊണ്ട് ഇരുട്ടത്ത് മൊബൈൽ കത്തിച്ച് നടന്നുപോയി പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയമാണ് ശരിക്കും ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ളവർ ചോദിച്ചു, ഒരു നൂറ്റാണ്ട് കൊണ്ടെങ്കിലും ഇവിടെ വെളിച്ചം വരുമോ? പ്രിയമുള്ളവരെ, ഇതുപോലെ ഭക്ഷണത്തിന്, പാർപ്പിടത്തിന്, വസ്ത്രത്തിന്, അടിസ്ഥാന സൗകര്യത്തിന് വേദനിക്കുന്ന ലക്ഷങ്ങളുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയ പടപടപ്പ് കൊണ്ട് നമ്മൾ അടിച്ച് മിന്നി പാവപ്പെട്ടവരെ മറന്നിട്ട് നിന്റെ ജാട കാണിക്കാനുള്ള വസ്ത്രം, ഭക്ഷണം വിളമ്പേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ ഭക്ഷണമായി മാറുമ്പോൾ കാലത്തിൻ്റെ ഇന്നലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശർറു ത്വആമി ത്വആമുൽ വലീമ, കല്യാണത്തിൻ്റെ ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണം. എപ്പോഴാണ് മോശമാവുന്നത്? കിട്ടേണ്ടവർക്ക് കിട്ടാതെ വരികയും ആവശ്യമില്ലാത്തവർക്ക് ദൂർത്തിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ശർറു ത്വആമി ത്വആമുൽ വലീമ. എത്ര കൃത്യമാണ് ആ പ്രയോഗം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രയോഗത്തിന്റെ ഒരു ആധികാരികത. എപ്പോഴാണ് പശിയടക്കാനുള്ളതല്ലാതെ ജാട കാണിക്കാനുള്ളതായി മാറുമ്പോൾ നീ വിനിയോഗിച്ച സ്വത്ത് നാളെ നീ പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന സ്വത്തായിരിക്കും. അത് ആജിയാരായാലും മുതലാളിയായാലും മെഗാ മില്യണയറായാലും ആരായാലും ശരി, ആവശ്യക്കാരന് നിരാകരിക്കുകയും അനാവശ്യക്കാരന് മുമ്പിൽ ജാട കാണിക്കാനുമാകുമ്പോൾ ഈ ഭക്ഷണത്തിന് എന്ത് മൂല്യം? റമദാനിൽ ഒരു നോമ്പ് തുറക്ക് ഉത്തരേന്ത്യയിലെ തളികയിലേക്ക് ഒരു ലളിത ഭക്ഷണം കൊണ്ടുവച്ചപ്പോ ആർത്തിയോടെ രുചിയറിഞ്ഞ് കഴിക്കുന്ന പാവങ്ങള് കഴിക്കുന്നത് കണ്ടപ്പോൾ കഴിക്കാതെ തന്നെ ഞങ്ങൾക്ക് വയർ നിറഞ്ഞുപോയി. ലളിതമായൊരു ഭക്ഷണത്തിന് അവരനുഭവിക്കുന്ന മാധുര്യം കണ്ടപ്പോഴാണ് നമ്മൾ കഴിക്കാതിരുന്നപ്പോഴും മധുരമുണ്ടായത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കരുണയുണ്ടാവാനാണ് റബീഉൽ അവ്വൽ. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടാവാനാണ് റബീഉൽ അവ്വൽ. ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർപ്പെടുത്ത് നമ്മുടെ പരിസരങ്ങളിലേക്ക് അതിന്റെ പ്രകാശം പ്രസരിപ്പിക്കാനുള്ള കാലമാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് സന്തോഷിച്ച് സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ നീട്ടുന്നത് ഉചിതമല്ല. സയ്യിദ് അവറുകൾ വന്നിട്ട് ഏറെ നേരമായി. ഞാൻ തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് മാത്രം കുറച്ചുകൂടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് നമ്മുടെ ആത്മാവുകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് റബ്ബിനെ ഓർത്ത് മധുരമായ സ്മരണയിൽ ചേർന്ന് നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വയം ഒന്ന് വിചാരണ ചെയ്ത് നമ്മൾ നമ്മുടെ അരുതായ്മകളിൽ നിന്ന് നന്മയിലേക്ക് വരാനുള്ളതാണ്. സാഹിത്യോത്സവന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇവിടത്തേക്ക് ഭക്ഷണം നൽകുന്നവർ, ഈ പന്തലൊരുക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, സഹായിച്ചവർ, ഇവിടുത്തെ വ്യാപാരികൾ, ഉമറാക്കൾ, പ്രവാസികൾ, സഹോദരങ്ങൾ, ഉമ്മമാർ, ഒരുപാട് ആളുകൾ ഒത്തുകൂടുമ്പോഴാണിത് നടക്കുക. ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. എന്തിനിത് നടത്തുന്നു എന്ന് ചോദിച്ചാൽ പുതിയ തലമുറയ്ക്ക് നേരിൻ്റെ രാഷ്ട്രീയം, നെറിയുടെ സാഹിത്യം, മൂല്യങ്ങളുള്ള ആവിഷ്കാരങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാനും പ്രയോഗിക്കാനുമാണ്. ഈ രാജ്യത്തിനു വേണ്ടി ശബ്ദിക്കുന്ന സാഹിത്യകാരന്മാർ വേണം, നേരിനു വേണ്ടി ശബ്ദിക്കുന്ന എഴുത്തുകാർ വേണം, നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രഭാഷകർ വേണം.
നിലപാടുകളോട് ധർമ്മസമരത്തിൻ്റെ മുന്നണി പോരാളികൾ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സാഹിത്യോത്സവ്. ആ ഒരു മഹാപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ഈ പ്രദേശത്തെ എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും അള്ളാഹു തഖ്വയും സ്വലാഹിയത്തും വർദ്ധിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. മജീദ് കൂരിക്കിഴിയുടെ കെയർ ഓഫിൽ 70 കിലോ മാംസം ഓഫറായിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു സജീവ പ്രവർത്തകൻ സബീൽ കാക്കാത്തിരിയുടെ ഉമ്മ ഇപ്പോൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല ഉമ്മക്ക് ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. പരലോക ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഉമ്മാൻ്റെ വിരഹത്തിൽ വേദനിക്കുന്ന മക്കൾക്ക്, കുടുംബത്തിന് അല്ലാഹു സബർ നൽകട്ടെ. ഇരിങ്ങാലക്കുട യൂണിറ്റ് സെക്രട്ടറിയുടെ ഉമ്മ മരണപ്പെട്ടതാണ്. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. സമീപകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങൾ ഖുറ റഹ്മഹുല്ലാ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ, ഈ നാട്ടിൽ ആത്മീയ വെളിച്ചം പകർന്ന ബഹുമാനപ്പെട്ട നസറുദ്ദീൻ ദാരിമി ഉസ്താദ് ജാമിയ മഹ്മൂദിയയുടെ സ്ഥാപകൻ, അവരുടെ പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ പരിസരത്തൊക്കെ ഒരുപാട് മഹത്തുക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനും ദീനീ പ്രവർത്തനങ്ങൾക്കും അമരത്ത് നിന്നവരുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ പല്ലനയിൽ അങ്ങ് പാനൂരിൽ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ഉസ്താദിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആലപ്പുഴക്കാരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി ബംഗളൂരുവിലായിരുന്നു. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ പ്രാഥമിക സംഘാടന പ്രവർത്തനങ്ങൾക്കൊക്കെ നിലകൊള്ളുകയും ബംഗളൂരുവിൽ മലയാളികൾക്കും അല്ലാത്തവർക്കും ഇടയിൽ ദീർഘകാലം വൈജ്ഞാനിക ആത്മീയ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അതിഥികളെ സ്വീകരിച്ച വലിയൊരു മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. SYS കയ്പമംഗല സർക്കിൾ സെക്രട്ടറി സബീലിൻ്റെ ഉമ്മ, അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. സാഹിത്യോത്സവ പ്രവേശന കവാടം മരണപ്പെട്ട കൊടുങ്ങല്ലൂർ SYS സോൺ ഭാരവാഹി യഹിയ പുത്തൻചിറയുടെ പേരിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ പ്രകാശങ്ങളുടെയൊക്കെ എത്രയോ ഇരട്ടി പ്രകാശവും വെളിച്ചവും അള്ളാഹു നൽകട്ടെ. കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകൻ അബ്ദുർ റഷീദ് ജോഷി കാട്ടൂർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിർ ലഹു വർഹമു, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സജീവ പ്രവർത്തകൻ ഷുക്കൂർ പുത്തമ്പള്ളിയുടെ അസുഖം മാറുന്നതിന് അള്ളാഹു ഷിഫാ നൽകട്ടെ. സാഹിത്യോത്സവന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാരിസ് ചെളിങ്ങാടിൻ്റെ അസുഖം അള്ളാഹു തആല പൂർണ്ണമായി ഷിഫാ നൽകട്ടെ. ആ ഉമ്മ മരണപ്പെട്ടതിൻ്റെ 40 അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാഹിത്യോത്സവ സ്വാഗത സംഘം ഭാരവാഹികളും SYSൻ്റെ പ്രവർത്തകരും SSFൻ്റെ പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കളും സംഘാടകരും ഒക്കെ ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങളും മനുഷ്യന്മാരും ഒക്കെ കൂടിയിട്ടാണ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. എൻ്റെ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ ദിവസം കൂടിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ മുസ്ലിയാർ ഉസ്താദ് അവർകൾ ഞങ്ങളുടെ ഗുരുവര്യരും ഉസ്താദുമാണ്. 19 കൊല്ലം മുമ്പാണ് മരണപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട കൂരിക്കുഴി തങ്ങളുപ്പാപ്പക്കൊക്കെ ഉപ്പാനെ നേരത്തെ അറിയാം. കാക്കാൻ്റെ കൂടെ വീട്ടിൽ വരുമ്പോഴും അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ആദ്യം സേവനം ചെയ്തത് കൊല്ലത്താണ്. അതെയല്ലേ, കൊല്ലം മുതിരപ്പറമ്പിലാണ്. അവിടെ അതിന് കുറേ കാലം മുമ്പേ എൻ്റെ ഉപ്പ ഖത്തീബായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തങ്ങളുപ്പാപ്പാക്ക് ഉപ്പാനെ അറിയാം. അപ്പോൾ ആ ഉപ്പാൻ്റെ ആണ്ടിൻ്റെ സമയം കൂടിയാണ് ഇന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉപ്പൻ്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട പ്രവർത്തകർ, സംഘാടകർ, അവരുടെയൊക്കെ മാതാപിതാക്കൾ, ഉസ്താദുമാരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. ഞാൻ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതൊക്കെ വായിച്ചു എന്നേ ഉള്ളൂ. നദീർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ നദീറിൻ്റെ ഒരു ഓർമ്മ പുസ്തകം വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്കൊക്കെയും ഭാഗമാകാൻ കഴിയും. കുഞ്ഞുപ്രായത്തിൽ വിട്ടുപിരിഞ്ഞെങ്കിലും ഒരുപാട് ഹൃദയങ്ങളിൽ അടയാളപ്പെട്ട അപൂർവം ആളുകളിൽ ഒരാളാണ് നദീർ. പ്രസ്ഥാനത്തെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചതുകൊണ്ടാണ് നദീർ ഇത്രയും ഹൃദയത്തിൽ അടയാളപ്പെട്ടത്. ഒരിക്കൽ രാത്രിയിൽ ഇങ്ങനെ കോഴിക്കോട് നിന്ന് നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകർ വിളിച്ചു. രാത്രിയിൽ ഈ റോട്ടിലൂടെയാണെങ്കിൽ ഞങ്ങൾ രാത്രിയിൽ നദീറിൻ്റെ ഖബറിൻ്റെ അടുക്കലുണ്ട്, ആണ്ടിൻ്റെ ദിവസമാണ്.
അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറി ദുആ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ മറ്റ് മെയിൻ ഹൈവേയിലൂടെ യാത്ര ചെയ്തതുകൊണ്ട് അവരോടൊപ്പം കൂടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആലോചിച്ചത്, ഒരുപക്ഷേ ഉമ്മയും ഉപ്പയും ഉറങ്ങായിരിക്കും. അപ്പോഴും നദീറിനെ ഓർത്ത് ഖബറുങ്ങൾ വന്ന് ദുആ ചെയ്യാൻ ഒരു പറ്റം ചെറുപ്പക്കാരെ തയ്യാറാക്കിയത് ആ ജീവിതത്തിന് കൊടുത്ത സൗഭാഗ്യമാണ്. അതുപോലെ പരലോകത്തും അള്ളാഹു ഒരുപാട് ഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. പിന്നെ SYSൻ്റെ പ്ലാറ്റിനം ഇയറാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ല SYS സമ്മേളനം ഏറ്റെടുക്കുന്ന ജില്ലയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സാഹിത്യോത്സവം കഴിഞ്ഞാൽ വിശ്രമിക്കാൻ നേരമില്ല. ഈ സാഹിത്യോത്സവത്തിനിടയിലും തുടർന്നും സമ്മേളനം നമ്മുടെ സമ്മേളന ചരിത്രത്തിലെ ഒരു മഹത്തായ സാക്ഷ്യമാക്കി മാറ്റാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഉണ്ടാവണമെന്ന് ഒരു സംഘാടകൻ എന്ന നിലയിൽ വിനീതമായി ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദ്വാക്ക്